BJPയുടെ സംസ്ഥാന വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ തത്സമയം നമുക്കൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. യുവരാജ്, സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ അഭിഭാഷകയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ കേസിൽ ഹാജരായ അഭിഭാഷക പറയുന്നത് ഈ വടിയോ അതൊന്നും കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയോ, അയ്യോ അതിൻ്റെ ആവശ്യമില്ല, എന്തിനാണ് ഇതൊക്കെ എന്നാണ്. സ്വാഭാവികമായിട്ടും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ആ കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇങ്ങനൊരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇവരുടെ ഉദ്ദേശം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന പണി എന്ന് പറയുന്നത് ചില ബാർ മുതലാളിമാരുമായിട്ടും ചില ബാർ കമ്പനികളുമായിട്ടും ഒക്കെ ചേർന്നിട്ട് ചില മദ്യ ഇടപാടുകളിൽ കമ്മീഷൻ എങ്ങനെയെങ്കിലും അടിച്ചോണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ആ കമ്മീഷൻ അടിക്കാതെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് സഹകരണാത്മക പ്രതിപക്ഷ നേതാവെന്നായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അതേ സഹകരണം തന്നെ ഇപ്പോഴത്തെ നിലവിലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ആ വിട്ടുവീഴ്ചകളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ചിലപ്പോ തല്ലാൻ ഉപയോഗിച്ച വടി കണ്ടു എന്ന് വരില്ല, കുറച്ച് കഴിയുമ്പോൾ ഈ പ്രതികളെ തന്നെ കണ്ടു എന്ന് വരില്ല, അങ്ങനെ പലതുമൊക്കെ സംഭവിക്കും. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം സഹകരണാത്മകതകൾ നമ്മൾ കൂടുതലായിട്ട് കാണേണ്ടി വരും എന്നുള്ളതാണ്. ഇതില് ഇനി അറിയേണ്ടത് ഈ ക്രിമിനലുകൾ ഊരിപ്പോരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇന്ത്യ സഖ്യം സജീവമായി തന്നെ കേരളത്തിലും പ്രവർത്തിക്കുകയാണ്. പക്ഷേ അന്ന് കാഴ്ച വരെ എന്താ പറയുക പണയത്തിലാക്കിയ രീതിയിലുള്ള ഒരു വലിയ ആക്രമണമാണ് ഒരു ഡ്രൈവർ, ഒരു സാധാരണക്കാരനെ നേരിടേണ്ടി വന്നത്. ED ഉദ്യോഗസ്ഥർ അവർ നേരറിയാൻ എത്തിയവരാണ്, ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടെയാണ് അവർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ആ രീതിയിൽ ഒരു നീതി അവർക്കും കിട്ടേണ്ടതല്ലേ? നീതി എന്നുള്ളത് ഈ പറയുന്ന INDI മുന്നണി ഭരിക്കുന്ന ഏത് സംസ്ഥാനത്താണ് ഉണ്ടായിരുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും കാലവും ബംഗാളിൽ ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, അവിടെ ഉണ്ടായിരുന്ന എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉപദ്രവിച്ചു, എന്തിനാണ് നമ്മൾ അധികം പോകുന്നത്? എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ CPM-കാരും കോൺഗ്രസ്സുകാരും മര്യാദയ്ക്ക് ബംഗാളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തുടങ്ങിയത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇവർ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും മിണ്ടിയോ? ഇല്ല. അപ്പൊ നീതി എന്ന് പറയുന്ന കാര്യം ഇവര് ഭരിക്കുന്ന ഒരിടത്തും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമേ അല്ല. ഇന്ന് ബംഗാളിൽ സംഭവിച്ചത് എന്താണോ നാളെ അത് കേരളത്തിൽ സംഭവിക്കും, നാളെ എന്താണോ കേരളത്തിൽ സംഭവിക്കുക അത് തമിഴ്നാട്ടിൽ സംഭവിക്കും. ഇവര് ഭരിക്കുന്ന ഒരു സ്ഥലത്തും നീതി ഉണ്ടാകാൻ പോകുന്നില്ല, ന്യായം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ജനങ്ങളെ കൂടുതലായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം സംഭവങ്ങൾ സഹായിക്കും എന്നുള്ളതാണ്.